പ്രൊമോഷൻ വീഡിയോ ചിത്രീകരണത്തിനിടെ ഒരു യുവാവ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് പോലീസ് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ഈ യുവാവ് മരിച്ച സംഭവത്തിൽ ആൽവിനെ ഇടിച്ചത് ബെൻസ് കാറാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ബെൻസിന് ഇൻഷുറൻസ് ഇല്ല, ആൽവിന് ഇൻഷുറൻസ് ക്ലെയിം കിട്ടില്ല എന്നതുകൊണ്ടാണ് ഡിഫൻഡർ എന്ന് മാറ്റി പറഞ്ഞത്. 999 കട ഉടമ സാബിത്താണ് ഈ വാഹനം ഓടിച്ചത് എന്നും മനസ്സിലാകുന്നത്. നമുക്ക് ആദ്യം പ്രതികരണം നോക്കാം. നിലവിൽ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അത് പ്രതികൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും വണ്ടി പരിശോധിക്കാനുണ്ട്. അതിനുശേഷം മറ്റു നടപടി സ്വീകരിക്കുന്നത്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഇടിച്ചതിന് വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം ഓടിച്ചതിനുള്ള വകുപ്പ് കൂട്ടിച്ചേർക്കും. അത് തെലങ്കാന രജിസ്ട്രേഷനാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് തെലങ്കാനയിൽ നിന്ന് അതിൻ്റെ രേഖകൾ കളക്ട് ചെയ്ത് വേണം നമുക്ക് ഈ സെക്ഷൻ കൂട്ടിച്ചേർക്കാം. റോഡിൽ ശരിക്കും അങ്ങനെ റോഡിൽ നടുക്ക് നിന്ന് ചിത്രീകരിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ്. അത് റോഡിൽ നിന്ന് ചിത്രീകരിക്കാൻ പാടില്ലാത്തതാണ്. അതിൽ ആ കാര്യം നമ്മൾ കൂടുതലായിട്ട് പരിശോധിച്ച ആൾക്കാർക്ക് അവയർനെസ്സും കൂടുതൽ ഇപ്പോൾ ആളുകളെല്ലാം ഫോണിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ റീൽസും സ്റ്റോറീസും ഒക്കെ ഷൂട്ട് ചെയ്യുന്ന കാലമാണ്. അതിങ്ങനെ അപകടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അവർ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊക്കെ ഒരു പാഠമാവണം എല്ലാവർക്കും. ഇത് ഈ പറയുന്ന 999 ഓട്ടോമോട്ടീവിൻ്റെ 2 പാർട്ണർമാരുണ്ട്. അതിലൊരു പാർട്ണറിൻ്റെ അവരുടെ തെലങ്കാനയിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ വാഹനമുള്ളത്. അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കും. മറ്റു നടപടികൾ ഉണ്ടാവും.